പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീമുണ്ട്. ഇപ്പം എനിക്കിഷ്ടപ്പെട്ടത് അർജൻറ്റീന, അതുപോലെ തന്നെ പോർച്ചുഗൽസ് ഉണ്ട്, ബ്രസീലുണ്ട്, ജർമ്മനി ഉണ്ട്, പിന്നെ ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, സ്പെയിൻ ഉണ്ട്. അങ്ങനെ നിരവധി ടീമുകളുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല ടീം ഈ ഫിഫ വേൾഡ് കപ്പിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റലിയുടെ കാര്യമാണ്. ഈ ഇറ്റലി 2 തവണ കപ്പ് നേടിയവരാണ്. 1994-ലും അതുപോലെ തന്നെ 2006-ലും ഇത് 2 കപ്പ് നേടിയവരാണ് ഇറ്റലിക്കാർ. ഇപ്പം നമ്മൾ ഫുട്ബോളിൻ്റെ സോങ്ങൊക്കെ കേൾക്കുന്നവരാണ്. അതിലേറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സോങ്ങാണ് വക്ക വക്ക. അതിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഇറ്റലി 2006 ഫൈനലിൽ പെനാൽറ്റി ഗോൾ അടിക്കുന്നതാണ്, ജയിക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പം കഴിഞ്ഞ 3 വേൾഡ് കപ്പുകളും ഇറ്റലി കളിച്ചിട്ടില്ല. 2018 കളിച്ചില്ല, 22 കളിച്ചില്ല, അതുപോലെ തന്നെ 26 കളിക്കുന്നില്ല. അത് വേൾഡ് കപ്പിലൊരു പോരായ്മ തന്നെയാണ്. കാരണം ഇറ്റലി നല്ലൊരു ടീമാണ്, 2 തവണ കപ്പടിച്ചാണ്, അതുപോലെ തന്നെ നല്ല പ്ലെയേഴ്സും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം ഇറ്റലിയെ ഫിഫ വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്താത്തത്, കളിപ്പിക്കാത്തത് എന്നതിൻ്റെ കാരണവും എനിക്കറിയത്തില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ഫുട്ബോളിൻ്റെ ഇതിൽ, പ്രത്യേകിച്ചും വേൾഡ് കപ്പിൽ ഇതിൽ ഇറ്റലിയെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. ചിലപ്പോൾ പല കാരണങ്ങളും കാണാം. പ്ലെയേഴ്സിൻ്റെ ഇതിലോ, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഇതിലോ, ഗവൺമെൻറ്റിൻ്റെ ഇതിലോ, അല്ലെങ്കിൽ പൈസയുടെ ഇതിലൊക്കെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണാം. പക്ഷേ ഇറ്റലിയെ പോലൊരു ടോപ്പ് ടീം വേൾഡ് കപ്പ് കളിച്ചില്ലെങ്കിൽ അത് വലിയൊരു കുറവ് തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിൽ. ഇറ്റലിക്ക് നല്ല ഫാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും ഇന്ത്യയെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യ 140 കോടി ജനങ്ങളുണ്ടായിട്ടും ഇന്ത്യക്ക് ടീമില്ല. ഇന്ത്യക്ക് ചിലപ്പോൾ ഒരു 2050 ഫിഫ വേൾഡ് കപ്പ് ചിലപ്പം ഇന്ത്യ കളിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള ടീമിനെ എന്താണ് മാറ്റിയത്. 2030 ഫിഫ വേൾഡ് കപ്പിലെങ്കിലും ഇറ്റലിയെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് തിരിച്ചു വരും എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. കാരണം ഇത്രയും നല്ല ടീമുണ്ട്, അർജൻറ്റീനയും ബ്രസീലും, അവർക്കൊപ്പം നിൽക്കാൻ പറ്റിയിട്ടുള്ള ടീമാണ്. കാരണം ഇറ്റലിക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ടാവും. അവർ 2 തവണ കപ്പും ഉണ്ട്, ഇറ്റലിക്ക് ഫാൻസ് ഉണ്ട് കേരളത്തിൽ. പക്ഷേ ഈ 3 ഫിഫ വേൾഡ് കപ്പും അവർ കളിച്ചിട്ടില്ല. 2030 അവരെ കളിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം തിരിച്ചു വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് അവർ വരാത്തത്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെട്ടത് അല്ലെ പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ലിസ്റ്റിൽ ഞാൻ നോക്കിയതായിരുന്നു. അതിലൊന്നും ഇറ്റലി ഇല്ല. L വരെയുള്ള ഗ്രൂപ്പുണ്ട്, അതിലൊന്നും ഇറ്റലി ഇല്ല. 32 ടീമുണ്ട്. 33 ഇറ്റലി ഉണ്ടായിരുന്നു, 33 ടീമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ടീം കൂടുന്നുണ്ട്, 42 ടീമാകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പ്രാവശ്യം എത്ര 32 ആണോ, അല്ലെങ്കിൽ എനിക്ക് ഈ ടീമിൻ്റെ ഇത് കിട്ടുന്നില്ല. സോറി, ഞാൻ നോക്കട്ടെ. 32 ആണോ എത്രയാണോ എന്ന് സംശയമില്ല. 40 എത്രയാണോ എനിക്ക് കിട്ടുന്നില്ല, തെറ്റിപ്പോകും. അപ്പോൾ ഇറ്റലി ഈ പ്രാവശ്യം കളിച്ചില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇറ്റലി കളിപ്പിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പ്രാവശ്യം ടീമിൻ്റെ എണ്ണം കൂടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറ്റലി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇറ്റലി വരട്ടെ, അവർക്കും കപ്പെടുക്കാൻ അവർക്കും അതിനുള്ളൊരു ആർജവം അവർക്കുണ്ട്. അപ്പം വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം.